യുവരാജ് ഗോകുൽ നോക്കൂ, നേരത്തെ ശ്രീ രഘുചന്ദ്രൻ നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് തിരുവനന്തപുരത്തിൻ്റെ വെള്ളക്കെട്ട് പ്രശ്നം, അതുപോലെ മാലിന്യ പ്രശ്നം, ഇതൊക്കെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കും. ചേംബർ ഓഫ് കോമേഴ്സ് പ്രതീക്ഷിക്കുന്നത് വമ്പൻ പദ്ധതികളുടെ പ്രഖ്യാപനം ആണ്. നാളെ നരേന്ദ്രമോദി, ആരാധ്യനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, എന്തൊക്കെ പ്രഖ്യാപനങ്ങളാവും നടത്തുക? വികസിത തിരുവനന്തപുരത്തിന് മാത്രമായി ഒതുങ്ങുമോ പ്രഖ്യാപനങ്ങൾ, അതോ വികസിത കേരളം ലക്ഷ്യമാക്കിയുള്ള പ്രഖ്യാപനങ്ങളാവുമോ നടത്തുക? തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ, ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്തൊക്കെ പദ്ധതികളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്, അത് തീർച്ചയായിട്ടും നാളത്തെ പ്രഖ്യാപനം വരുമ്പോൾ മാത്രമായിരിക്കുമല്ലോ നമുക്ക് പരിപൂർണമായിട്ട് ഒരു ചിത്രം കിട്ടുക. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ, പലതും സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട്. പക്ഷേ എന്നിരുന്നാലും ശരി തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൾച്ചറായിട്ടാണ് ഞാൻ നിലവിലെ സാഹചര്യത്തിനെ കാണുന്നത്. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെയെല്ലാം അങ്ങ് മറന്നതിന് ശേഷം, അതുവരെ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളെയെല്ലാം അങ്ങ് മറന്നതിന് ശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം ഒരു മാസം ആകുമ്പോഴേക്കും അത് വീണ്ടും കൂടുതൽ വികസനം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ടും ചർച്ചയിൽ കൊണ്ട് നിർത്തിക്കുവാനും അത് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ വെറുതെ ഒരാളും വരുന്നതല്ലല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് തീർച്ചയായിട്ടും ആ വെയിറ്റേജ് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്, ആ ഷ്യൂറിറ്റി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പൊളിറ്റിക്സിനകത്ത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറാത്തത് മാറും എന്ന് പറയുന്ന ആ ആപ്തവാക്യം വളരെ യാഥാർത്ഥ്യത്തിൽ വരുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അങ്ങ് ചോദിച്ചത് തിരുവനന്തപുരത്തേക്ക് മാത്രം ഒതുങ്ങുമോ അതോ കേരളത്തിന് മൊത്തമായിരിക്കുമോ എന്നുള്ള തലത്തിലാണ് അങ്ങ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു വികസന പദ്ധതി താഴെത്തട്ടിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായ കാര്യം എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ കൃത്യമായിട്ട് അത് നടപ്പിലാക്കുക എന്നതാണ്. ഇത് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടാൽ മാത്രം പോരല്ലോ, എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പലപ്പോഴും പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾ പകുതി വഴിയിൽ നിന്ന് പോകുന്നത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൃത്യമായിട്ടും ഇപ്പോൾ BJP-യുടെ കയ്യിലാണ്, കേന്ദ്ര സർക്കാരും BJP-യുടെ കയ്യിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും തന്നെ പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾ അതിൻ്റെ എല്ലാ മെറിറ്റോടും കൂടിയിട്ട് താഴെ എക്സിക്യൂട്ട് ചെയ്യുവാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കേരളം നമ്പർ 1 ആണ്, കേരളം നമ്പർ 1 ആണ് എന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ട്. പല സ്റ്റാറ്റിസ്റ്റിക്സുകളിൽ നമ്മൾ നമ്പർ 1 ആണ്. അതിപ്പോൾ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമൊന്നുമല്ല. അത് തീർച്ചയായിട്ടും നമ്മൾ നമ്പർ 1 ആണ്. ആ നമ്പർ 1 എന്ന് പറയുന്നത് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന കാലം മുതൽ നമ്മൾ ഇന്ന് വരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു നമ്പർ 1 മാത്രമാണ്. അല്ലാണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു 60-70 വർഷങ്ങൾ കൊണ്ട് പുതിയ ഏതെങ്കിലും മേഖലകളിലേക്ക് നമ്പർ 1 ആയിട്ട് മാറി എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിവില്ല. അപ്പോൾ അങ്ങനെ നമ്പർ 1 എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനവും തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ച തലസ്ഥാന നഗരമായിരിക്കണം. നിലവിൽ തിരുവനന്തപുരം അങ്ങനെയാണോ അല്ലയോ എന്നുള്ള കാര്യം തിരുവനന്തപുരത്തുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. കേരളത്തിൽ പോലും ഒരു ചിറ്റമ്മ നയമാണ് തലസ്ഥാന നഗരത്തോട് പലപ്പോഴും അത്തരത്തിലുള്ള സമീപനങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ തിരുവനന്തപുരം നഗരം പോട്ടെ, ഇന്ത്യയിലെ ഏറ്റവും മികച്ചതെന്ന് ഞാൻ പറയുന്നില്ല, ദക്ഷിണേന്ത്യയിലെങ്കിലും ഏറ്റവും മികച്ചതാക്കി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണ്ടേ? കാരണം നമ്പർ 1 സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമല്ലേ. അപ്പോൾ അത് ദക്ഷിണേന്ത്യയിലെങ്കിലും ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒന്നുണ്ടാവണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹൈദരാബാദിനോടോ ബാംഗ്ലൂരിനോടോ ചെന്നൈയോടോ കിടപിടിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് തിരുവനന്തപുരത്തിനെ നമുക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇക്കാലം അത്രയും സാധിച്ചിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ ആ തരത്തിൽ മാറുമ്പോൾ തീർച്ചയായിട്ടും അത് മുഴുവൻ സംസ്ഥാനത്തിൻ്റെ അഭിമാനമായിട്ട് തന്നെയാണ് മാറാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പദ്ധതികൾ ഉണ്ടാകുന്ന സമയത്ത് ആ പദ്ധതികൾ ഇപ്പോൾ 3 അമൃത് ഭാരത് ട്രെയിനുകൾ നാളെ പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിനകത്തല്ലല്ലോ ഓടാൻ പോകുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനം ഉണ്ടാകുന്ന തരത്തിൽ തന്നെയാണല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ആ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് തലസ്ഥാന നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലായിരിക്കും. തലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറി എന്ന് തന്നെയാണ് അർത്ഥം.